എന്റെ അമ്മ അശ്വിന്റെ അമ്മ എന്ന് പറയുന്നത് അമ്മ എന്ന് വിളിച്ചു. എനിക്ക് അമ്മ എന്ന് വിളിക്കാൻ മരുതമൊഴി വീട്ടിൽ ഒരാൾ ഇപ്പോൾ പുള്ളിക്കാരുടെ പേരാണ് സിന്ധു കൃഷ്ണകുമാർ. അപ്പൊ ആ പുള്ളിക്കാരിയെ അല്ലാതെ എനിക്ക് വഴി നിൽക്കുന്ന എല്ലാവരെയും അമ്മയെ അച്ഛൻ എനിക്ക് വിളിക്കാൻ പറ്റില്ല. അപ്പൊ അശ്വിൻ ഒരിക്കലും വന്ന് എന്റെ അമ്മയെ കണ്ടിട്ട് അമ്മയെ അല്ലെങ്കിൽ എന്റെ അച്ഛനെ കണ്ട അച്ഛാ എന്ന് വിളിക്കത്തില്ല. അങ്ങനെ വിളിച്ചാൽ ഞാൻ ചോദിക്കുന്നത് എന്താണെന്ന് ഞാൻ ചോദിക്കും. അല്ലെ ഓമി കല്യാണം കഴിച്ച് വേറെ എങ്ങോട്ടും പോകുന്നു. അപ്പൊ ഓമിയുടെ വൈഫിന്റെ അമ്മേനെ ഓമി ചെന്ന അമ്മ എന്ന് വിളിച്ചാൽ ഞാൻ അവരോട് ചോദിക്കും അപ്പൊ ഞാൻ ആയിരുന്നു. ഇപ്പൊ ഓമി വേറെ ആളെ അമ്മ എന്ന് വിളിച്ചാൽ എനിക്ക് സ്ട്രെസ്സാണ്. എനിക്ക് എന്നെ മാത്രം വിളിച്ചാൽ മതി. എല്ലാവർക്കും അവരവരുടെ പിള്ളേർ അമ്മ എന്ന് വിളിക്കുന്നതായിരിക്കും ഇഷ്ടം. എല്ലാവരും കൂടെ വന്നിട്ട് അമ്മയെന്ന് വിളിക്കാൻ കാവിലെ അമ്മയൊന്നും അല്ല. ഹായ് ഗൈസ്, നിങ്ങൾക്ക് ഈ കൃഷ്ണകുമാറിനെയും ഫാമിലിയെയും പറ്റി എന്താണ് അഭിപ്രായം? ഞാൻ എൻ്റെ അഭിപ്രായം പറയട്ടെ. അഹങ്കാരികളായ കുറെ പിള്ളേരുള്ള ഒരു കുടുംബം. അച്ഛൻ മക്കളെ ഇങ്ങനെ വളർത്തി അങ്ങ് വിട്ടിട്ടുണ്ട്. മക്കളെ തോന്നിയത് മാതിരിയാ ജീവിക്കുന്നത്. ഒരു ഇളയ പെങ്കൊച്ചുണ്ടായിരുന്നു, അത് ഒരു സബ്സ്ക്രിപ്ഷനൊക്കെ തുടങ്ങി തുണി അഴിച്ച് നാട്ടുകാരെയും വീട്ടുകാരെയും മൊത്തം ആൾക്കാരെയും കാണിച്ച് നടക്കുന്നു. ഇപ്പൊ അത് ഏറ്റവും മൂത്ത ഒരു പെങ്കൊച്ച്, അതും ഇങ്ങനെ ഒരു അഹങ്കാരം പിടിച്ച സംസാരം. ഇല്ലേ, ഈ ഒരു പെങ്കൊച്ച് പറയുന്നത് കേട്ടില്ലേ, അമ്മേ എന്ന് ഞാൻ എൻ്റെ അമ്മയെ മാത്രമേ വിളിക്കുകയുള്ളൂ, അല്ലാതെ വേറെ ആരെയും വിളിക്കുന്ന വഴി കൂടെ പോകുന്ന എൻ്റെ ഭർത്താവിന്റെ അമ്മയൊക്കെ ഞാൻ എങ്ങനെയാണ് അമ്മേ എന്ന് വിളിക്കുന്നത്? പക്ഷെ ഇവര് കല്യാണത്തിന് മുന്നേ ഈ അശ്വിന്റെ അമ്മേ മീരാമേ എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ വിളിച്ചുകൊണ്ട് നടക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. കല്യാണമൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു കൊച്ചൊക്കെ ആയപ്പോഴത്തേന് ഇപ്പോൾ അവർക്ക് അഹങ്കാരം കൂടിയിട്ട് അമ്മയെന്നൊന്നും വിളിക്കുന്നൊന്നും ഇഷ്ടമല്ലാന്ന്. എന്തായല്ലേ? എന്തായാലും നമുക്ക് അവരുടെ വീഡിയോ ഒന്ന് കാണാം. ഞാൻ പലപ്പോഴും എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ വ്ളോഗ് എടുത്ത് കാണിക്കുമ്പോഴാണ് നിങ്ങളെങ്കിലും കാണുന്നത് അശ്വിന്റെ ഫാമിലി വ്ളോഗിനകത്ത്. അപ്പൊ ദാറ്റ് ഡസന്റ് മീൻ വി ഡോണ്ട് സ്പെൻഡ് ടൈം വിത്ത് ദം ഓർ ദേ ഡോണ്ട് സ്പെൻഡ് ടൈം വിത്ത് ദ ബേബി. ഇപ്പൊ പറയുന്നത് അശ്വിന്റെ അമ്മയ്ക്കും അച്ഛനും അശ്വിന്റെ മോന്റോട്, അതായത് ഇവരുടെ ദിയാകൃഷ്ണയുടെ മോന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ സമയം കിട്ടുന്നില്ല. അതിനുള്ള കാരണം എന്താണ് എന്നാണ് ഇവർ പറയുന്നത്. പക്ഷെ ഇവർ പറയുന്ന ആ കാരണത്തോട് ഞാൻ യോജിക്കുന്നു. അതായത് ഇവര് ബ്രസ്റ്റ് ഫീഡിങ് നടത്തുന്ന ഒരു അമ്മയാണ്. അപ്പൊ ആ അമ്മയുടെ കൂടെ മാത്രമേ ആ കൊച്ചിനെ എപ്പോഴും കൊണ്ട് നടക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ അത് ഇവർ പറയുന്നതിനോട് യോജിക്കാൻ പറ്റുന്ന കാര്യമാണ്. കാരണം കൊച്ചിനെ ഇപ്പം അശ്വിന്റെ വീട്ടിൽ കൊണ്ട് നിർത്തിയിട്ട് ഇവരെവരുടെ വീട്ടിൽ പോയി നിൽക്കുക, അതൊന്നും ശരിയായില്ല. പക്ഷെ ഇവർക്കും കൂടെ അശ്വിന്റെ വീട്ടിൽ പോയി നിൽക്കുക, അതെന്താ, അത് ഇവർക്ക് കംഫർട്ടബിൾ അല്ല. അവർക്ക് ഭർത്താവിന്റെ വീട്ടിൽ പോയി നിൽക്കുന്ന കംഫർട്ടബിൾ അല്ലെന്നാണ് ഇവർ പറയുന്നത്. പിന്നെ ഒബ്വിയസ്ലി ഞാൻ ലഞ്ച് കഴിക്കാൻ പോകുന്നതോ അല്ലെങ്കിൽ ഒന്ന് കുളിക്കാനോ എനിക്ക് എന്റെ കംഫർട്ടിനായിട്ട് ഞാൻ പോകുന്നത് ഒബ്വിയസ്ലി എന്റെ വീട്ടിലായിരിക്കുമല്ലോ. ഞാൻ ഒരിക്കലും എന്റെ കംഫർട്ടിന് വേണ്ടിയിട്ട് അശ്വിന്റെ വീട്ടിലോ വേറെ ആളുടെ വീട്ടിലോ ഞാൻ പോകത്തില്ല. ഞാൻ എന്റെ കംഫർട്ട് എന്റെ സ്വന്തം വീട്ടുകാരുടെ അടുത്തല്ലേ ഞാൻ കംഫർട്ട് അനുസരിച്ച് എന്റെ വീട്ടിൽ പോകുന്നതാണ് എനിക്കിഷ്ടം. അതെല്ലാ പെൺകുട്ടികളെ സംബന്ധിച്ച് അത് അങ്ങനെ തന്നെയാണ്. അവർക്ക് എപ്പോഴും കംഫർട്ടബിള് അവരുടെ അമ്മയുടെ അടുത്ത് പോയി അല്ലെങ്കിൽ അവരുടെ അമ്മ വീട്ടിൽ പോയി നിൽക്കുന്നതാണ് കംഫർട്ടബിള്. പിന്നെ നമ്മള് ഭർത്താവിന്റെ വീട്ടിൽ പോയി ഭർത്താവിന്റെ വീട്ടിൽ ജീവിക്കുന്നവരാണ് കൂടുതൽ പെൺകുട്ടികളും. അത് അങ്ങനെയാണ് ഒരു നാട്ടു നടപ്പ്. കല്യാണം കഴിച്ച് വിട്ടിട്ട് പിന്നെ നമ്മുടെ വീട്ടിൽ പോയി നിൽക്കുന്നത് വളരെ കുറച്ച് ആൾക്കാരെ ഉണ്ടാവത്തുള്ളൂ. എല്ലാവരും ഭർത്താവിന്റെ വീട്ടിൽ തന്നെയാണ് പോയി നിൽക്കുന്നത്. അതാണ് കംഫർട്ട്, അല്ലെങ്കിലും കംഫർട്ടാക്കി എടുക്കും സ്ത്രീകള്, അങ്ങനെയല്ലേ? അപ്പൊ ഞാൻ പോകുന്ന സ്ഥലത്തല്ലേ തൽക്കാലം ഓമിയെ കൊണ്ടുപോകാനും പറ്റത്തുള്ളൂ. ഓമി ഈസ് എ സ്മോൾ ബേബി, ഹീസ് ഓൺലി 10 months old. അപ്പൊ അവനൊരു 10 വയസ്സുള്ളൊരു കുട്ടിയാണെങ്കിൽ ഇപ്പൊ എന്താ പറയാ, എനിക്കിപ്പോ അശ്വിന്റെ കൂടെ ഒറ്റയ്ക്ക് പറഞ്ഞു വിടാം. എനിക്ക് അത്രയും സന്തോഷം. അശ്വിന്റെ കൂടെ എവിടെയാന്ന് വെച്ചാൽ പൊക്കോന്ന് എനിക്ക് പറയാം, എനിക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ ഇത് എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഞാൻ പോകുമ്പോൾ അവിടെ ഓമി ഹാസ് ടു കം വിത്ത് മീ ബിക്കോസ് അവൻ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന ഒരു ബേബിയാണ്. അപ്പൊ അവനെ ഒബ്വിയസ്ലി നമുക്ക് വേറെ എവിടെയും വിട്ടിട്ട് എനിക്ക് എന്റെ വീട്ടിൽ പോയി ഇരിക്കാനും പറ്റത്തില്ലല്ലോ. അപ്പോ നമ്മളപ്പോ ഇപ്പൊ അശ്വിന്റെ വീട്ടിലോട്ട് പോവാം, VKK നഗറിന്റെ അവിടെ ചെന്ന് അവരെ പിക്ക് ചെയ്യും. അവരെ പിക്ക് ചെയ്തതിന് ശേഷം അശ്വിന്റെ ചേട്ടനും ചേച്ചിയൊന്നും വരുന്നില്ല. ഇന്ന് അച്ഛനും അമ്മയും മാത്രമാണുള്ളത് അല്ലേ? ഇന്ന് അച്ഛനും അമ്മയും മാത്രമാണുള്ളത്. അവർ ആക്ച്വലി എന്റെ ബർത്ത്ഡേക്ക് മുന്നേ എന്നെ വിഷ് ചെയ്യാൻ വിളിച്ചായിരുന്നു. നമ്മൾ മോൾദീവ്സ് പോകുന്നതിന് മുന്നേ. അപ്പൊ എന്നെ വിളിച്ചപ്പോ എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു ഗിഫ്റ്റ് എന്താ വേണ്ടതെന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഈ ഗിഫ്റ്റ് ഒന്നും വേണ്ട, എല്ലാ ദിവസവും ബ്രേക്ക്ഫാസ്റ്റ് തരുന്നുണ്ടല്ലോ, എനിക്ക് അത് തന്നെ വലിയ ഗിഫ്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു എന്നാ പിന്നെ നമുക്ക് വന്നിട്ട് ലീലയിലോ മറ്റോ പോവാ, അവിടെ അല്ലേ ഇഷ്ടമുള്ള ഫുഡൊക്കെ കിട്ടുന്നേ. അമ്മേന്നൊന്നും വിളിക്കാനൊന്നും പറ്റത്തില്ല, പക്ഷെ ആ അമ്മ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് എല്ലാ ദിവസവും കഴിക്കുന്നുണ്ട്. അപ്പൊ അവരെ ആരായിട്ടായിരിക്കും ഇവർ കാണുന്നത്? അമ്മയെന്ന് വിളിക്കുന്ന എൻ്റെ വീട്ടിലുള്ള എൻ്റെ സിന്ധു അമ്മയെ മാത്രമേ അമ്മയെന്ന് വിളിക്കത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ ബ്രേക്ക്ഫാസ്റ്റ് ദിവസവും തരുന്നുണ്ട്, ഗിഫ്റ്റ് ഒന്നും വേണ്ട, ദിവസവും ബ്രേക്ക്ഫാസ്റ്റ് തരുന്നുണ്ടല്ലോ. അപ്പൊ അവരാരായിരിക്കും? നമ്മൾ പൊതുവെ പലപ്പോഴും അശ്വിന്റെ അമ്മയായാലും ട്രീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ലീലയിലാണ്. അവിടെയാണ് നമ്മൾ എപ്പോഴും പൊക്കോണ്ടിരുന്നത്. ഫോർ സം റീസൺ എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കണം അവിടെ കൊണ്ടുപോകുന്നത്. അപ്പൊ ഇന്നും നമ്മൾ അവിടെ തന്നെയാണ് പോവാന്ന് വെച്ചത് എന്നുള്ളത്. നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കാൻ കാര്യം, നിങ്ങൾ എത്രത്തോളം പേരാണ് നിങ്ങളുടെ ഹസ്ബൻഡിന്റെ അമ്മേനെ അമ്മ എന്ന് വിളിക്കുന്നതോ മമ്മി എന്ന് വിളിക്കുന്നതോ ആന്റി എന്ന് വിളിക്കുന്നത്, അതൊന്നും എനിക്കറിയില്ല. എല്ലാവർക്കും അവരവരുടെ ഇഷ്ടങ്ങളാണ്. ഞാൻ അശ്വിന്റെ അമ്മ അല്ലെങ്കിൽ ആന്റി എന്ന് വിളിക്കുന്നത് ആന്റിക്ക് ഒരു കുഴപ്പമില്ല. ഷീ ഈസ് സോ ഹാപ്പി ദാറ്റ് ഞാൻ അങ്ങനെ വിളിക്കുന്നത്. അതൊന്നും അറിയത്തില്ല. 90% ആൾക്കാരും ഹസ്ബൻഡിന്റെ അമ്മയെന്ന് തന്നെയാണ് വിളിക്കുന്നത്. പിന്നെ നമ്മുടെ ഫ്രണ്ട്സിന്റെ അമ്മയെ
അങ്ങനെയൊക്കെ ഉള്ളവരെയൊക്കെ നമ്മളൊക്കെ അമ്മ എന്ന് വിളിക്കാറുണ്ട്. അങ്ങനെ കേൾക്കാം, ബാക്കി കേട്ടിട്ട് നമുക്ക് പറയാം. എനിക്ക് അമ്മ എന്ന് വിളിക്കാൻ മരുതൻകുഴി വീട്ടിൽ ഒരാൾ ഇരിപ്പുണ്ട്. പുള്ളിക്കാരിയുടെ പേരാണ് സിന്ധു കൃഷ്ണകുമാർ. അപ്പൊ ആ പുള്ളിക്കാരിനെ അല്ലാതെ എനിക്ക് വഴി നിൽക്കുന്ന എല്ലാവരെയും അമ്മയെ അച്ഛന്നൊന്നും എനിക്ക് വിളിക്കാൻ പറ്റില്ല. എന്റെ അച്ഛൻ കൃഷ്ണകുമാറാണ്, എന്റെ അമ്മ സിന്ധു കൃഷ്ണയാണ്. അശ്വിന്റെ അമ്മയാണ് മീനാക്ഷി, അശ്വിന്റെ അച്ഛനാണ് ഗണേഷ്. അരെ, താൻ വഴി നിൽക്കുന്ന എല്ലാവരെയും അമ്മ അച്ഛന്ന് വിളിക്കണ്ട. തന്റെ ഭർത്താവിന്റെ അമ്മയെ അമ്മ എന്ന് വിളിക്കുന്നോണ്ട് യാതൊരു കുറ്റവും ഇല്ല. അല്ലാതെ അവര് വഴി നിൽക്കുന്നതാ അങ്ങനെ പറയണോ? അവര് വഴി നിൽക്കുന്നതല്ലല്ലോ, തന്റെ ഭർത്താവിന്റെ അമ്മയല്ലേ. അവരെ ഇപ്പൊ അമ്മ എന്ന് വിളിക്കുന്നോണ്ട് ഒരു തെറ്റുമില്ല. വഴി നിൽക്കുന്നവരെ വഴി പോകുന്നവരെയൊന്നും താൻ അമ്മയെന്നൊന്നും വിളിക്കണ്ട. അശ്വിൻ ഒരിക്കലും വന്ന് എന്റെ അമ്മയെ കണ്ടിട്ട് അമ്മേ അല്ലെങ്കിൽ എന്റെ അച്ഛനെ കണ്ട അച്ഛാ എന്ന് വിളിക്കത്തില്ല. അങ്ങനെ വിളിച്ചാൽ ഞാനും ചോദിക്കുന്നത് എനിക്ക് ഭ്രാന്താണോന്നേ ഞാൻ ചോദിക്കത്തുള്ളൂ. അയാൾ അങ്ങനെ വിളിക്കത്തില്ല, കാരണം തോന്നിയിട്ടില്ല. അയാൾ എന്റെ അച്ഛനെ വിളിക്കുന്ന അങ്കിളെന്നും അമ്മയെ വിളിക്കുന്ന ആന്റിന്നുമാണ്. പക്ഷെ അത് ഇന്നേ വരെ ആരും കണ്ടിട്ടില്ല, ചോദിച്ചിട്ടില്ല. അയാള് എന്റെ അമ്മയെ അച്ഛ അമ്മ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ചോദിക്കും തനിക്ക് ഭ്രാന്താണോ എന്ന്. അപ്പൊ ഈ മരുമക്കളൊക്കെ അമ്മായി അച്ഛനെ അമ്മാവി അമ്മയൊക്കെ അമ്മ അച്ഛ എന്ന് വിളിക്കുന്നവരൊക്കെ ഭ്രാന്തരുള്ളവരാ? എന്താ ഈ പെൺകുട്ടി പറയുന്നത്? ഓരോരുത്തര് അവരവരുടെ ഇഷ്ടത്തിന് ആണുങ്ങൾ, അതായത് മരുമകനായിട്ട് വരുന്നവര് എല്ലാവരെയും ഒന്നും അമ്മ അച്ഛന്ന് വിളിക്കാറില്ല. എന്നാലും മോസ്റ്റ്ലി എല്ലാവരും അമ്മ അച്ഛന്ന് തന്നെ വിളിക്കുന്നത്. പിന്നെ ചിലവരൊക്കെ അമ്മ അച്ഛന്ന് വിളിക്കത്തില്ല, അങ്കിൾ ആന്റി എന്ന് വിളിക്കും. അപ്പോൾ ഈ ഒരു അങ്കിൾ ആന്റി എന്നാണ് ഇവര് മരുമകൻ അമ്മയെ അച്ഛനെ, അതായത് കൃഷ്ണകുമാറിനെയും ഭാര്യയും വിളിക്കുന്നതെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ അത് അത്രത്തോളം ഉള്ള ഒരു അടുപ്പേ ഉണ്ടാകത്തുള്ളായിരിക്കും. അങ്കിൾ ആന്റി എന്ന് വിളിക്കാനുള്ള ഒരു ബന്ധം ആയിരിക്കും അവർ തമ്മിലുള്ളത്. അതുകൊണ്ടായിരിക്കും അങ്ങനെ വിളിക്കുന്നത്. അതെന്താന്ന് എനിക്ക് അറിയത്തില്ല. എല്ലാവർക്കും അവരവരുടെ അമ്മ അച്ഛനൊക്കെ ഉണ്ടല്ലോ, അവരെയൊക്കെ വിളിച്ചാൽ മതി. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരെ പോയി വിളിച്ചോളൂ. എല്ലാവർക്കും അവരവരുടെ അമ്മയും അച്ഛനും ഉണ്ടല്ലോ. അത് നമ്മളൊക്കെ എന്താ വിളിക്കേണ്ടതെന്നുള്ളത് നമ്മൾ തീരുമാനിച്ചോളാം. എല്ലാവരും അവരവരുടെ അമ്മയും അച്ഛനെയൊക്കെ അമ്മ അച്ഛാന്ന് വിളിച്ചാൽ മതി. അതില്ലെങ്കിൽ വേറെ ആരെങ്കിലും പോയി വിളിച്ചോളൂ എന്ന്. നമ്മളെ കാര്യം നമ്മളല്ലേ തീരുമാനിക്കുന്നത്. താൻ തൻ്റെ കാര്യം പറഞ്ഞാൽ പോരെ. തനിക്ക് വിളിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ വിളിക്കൂ, വിളിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ വിളിക്കേണ്ട. പക്ഷെ അത് ഈ നാട്ടുകാരുടെ മുന്നിൽ ഈ ഒരു വീഡിയോയിൽ, യൂട്യൂബിൽ ഒരു വീഡിയോ ഉണ്ടാക്കി വീഡിയോയിൽ ഇങ്ങനെ പറയുമ്പോഴത്തേനും നാട്ടുകാർ കയറി പൊങ്കാലയിടും. അതെല്ലാം കേട്ടേ പറ്റൂ, അതെല്ലാം സഹിച്ചേ പറ്റൂ. പിന്നെ അത് മാത്രല്ല, ഇപ്പൊ നാളെ ഓമി കല്യാണം കഴിച്ച് വേറെ എങ്ങോട്ടെങ്കിലും പോകുന്നു. അപ്പൊ ഓമിയുടെ വൈഫിന്റെ അമ്മേനെ ഓമി ചെന്ന് അമ്മ എന്ന് വിളിച്ചാൽ ഞാൻ അവരോട് ചോദിക്കും, അപ്പൊ ഞാൻ ആരെന്ന് ഞാൻ ഉറപ്പായിട്ടും ചോദിക്കും. എനിക്കിപ്പോ ഓമി വേറൊരാളെ പോയി അമ്മ എന്ന് വിളിച്ചാൽ എനിക്ക് സ്ട്രെസ് ആവും. വേറെ ആരെങ്കിലും അമ്മ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രെസ് ആവും. അപ്പൊ അവന്റെ കൂട്ടുകാരന്റെ അമ്മയും കാണാം പിന്നെന്താ വിളിക്കും? അത്ര ക്ലോസ് ഫ്രണ്ട് ആയിട്ടുള്ള ആ കുട്ടിയുടെ കൂട്ടുകാരുടെ അമ്മയെങ്ങാണ് അമ്മ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അപ്പോഴേ ഇവർക്ക് സ്ട്രെസ് ആവുമായിരിക്കും അല്ലേ? അപ്പൊ കുട്ടിയെ പോലും പറഞ്ഞ് പഠിപ്പിക്കും, വേറെ എന്നെ അല്ലാതെ ഒരു മനുഷ്യരെ അമ്മ എന്ന് വിളിക്കരുത് എന്ന് പറഞ്ഞ് പഠിപ്പിക്കും. നമ്മൾ അച്ഛ എന്ന് എല്ലാവരെയും ഒന്നും വിളിക്കത്തില്ല. അത് നമുക്ക് ചിലവർക്കൊക്കെ അങ്ങോട്ട് ബുദ്ധിമുട്ടായിരിക്കും. അച്ഛ എന്ന് വിളിക്കാം. പക്ഷെ അമ്മ എന്ന് നമ്മൾ നമ്മുടെ അമ്മയെ വിളിക്കും. നമ്മുടെ തിക് ഫ്രണ്ട്സിൻ്റെ അമ്മമാരെ അമ്മ എന്ന് വിളിക്കും. പിന്നെ നമ്മളെ ഇത്തിരി പ്രായമുള്ളവരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആദ്യം കയറി നമ്മൾ അമ്മ എന്ന എന്താ അമ്മ അല്ലെങ്കിൽ എന്താ ചേച്ചി എന്താ അമ്മ എന്ന അമ്മയെന്നായിരിക്കും നമ്മുടെ വായിലൊക്കെ പൊതുവേ വരുന്നത്. ഓൾമോസ്റ്റ് എല്ലാവരുടെ വായിലും അങ്ങനെ വരുന്ന അമ്മ എന്ന് വിളിക്കാനേ തോന്നത്തുള്ളൂ. അപ്പൊ ഈ പെങ്കൊച്ച് എന്തൊക്കെയായി പറയുന്നത്? എന്താ സ്വന്തം മോനെ പോലും പഠിപ്പിക്കുമെന്ന്. അത് അതിന് ഇഷ്ടമുള്ളവണക്ക് വിളിച്ചോട്ടെ. വലുതാകുമ്പോഴത്തേന് അമ്മന്നോ അല്ലെങ്കിൽ ആന്റിന്നോ എന്താന്ന് വെച്ചാൽ വിളിച്ചോട്ടെ. ഇതെന്തിനാ ഇതിനെ ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കുന്നത്? അത് അവർക്ക് സ്ട്രെസ് ആകുമെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ടായിരിക്കും. മോനെ നീ ഞാൻ പറഞ്ഞ് പഠിപ്പിച്ച് വെക്കൂല്ലെങ്കിൽ എനിക്ക് സ്ട്രെസ് കൂടിയാലോ. എനിക്ക് എന്നെ മാത്രം വിളിച്ചാൽ മതി, അമ്മ വേറെ ആരെയും വിളിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെടത്തില്ല. അപ്പൊ അതേപോലെ തന്നെ ഇപ്പൊ അശ്വിന്റെ അമ്മയ്ക്കായാലും എന്റെ അമ്മയ്ക്കായാലും എല്ലാവർക്കും അവരവരുടെ പിള്ളേർ അമ്മ എന്ന് വിളിക്കുന്നതായിരിക്കത്തില്ല ഇഷ്ടം. എല്ലാരും കൂടെ വന്നിട്ട് അമ്മയെന്ന് വിളിക്കാൻ കാവിലെ അമ്മയൊന്നും അല്ലല്ലോ. എല്ലാരോടും വന്നിട്ട് കാവിലെ അമ്മ ആയതുകൊണ്ടാണ് അമ്മ അമ്മ എന്ന് വിളിക്കുന്നത്. എന്തൊക്കെയാ അവര് പറയുന്നത്? എന്തായാലും പറഞ്ഞതിന് വേണ്ടി നന്നായിട്ട് കിട്ടുന്നുണ്ട് എന്തായാലും സോഷ്യൽ മീഡിയന്ന്. ഇനി പേരില് വീഡിയോ ഇടുന്ന ആൾക്കാർക്കെതിരെ എല്ലാവരും കൊണ്ടുപോയി കേസ് കൊടുക്കും. അതാണ് ഇവരുടെ ഇത്. കാരണം അത്രത്തോളം പദവി അധികാരം ഇതെല്ലാം ഉണ്ടല്ലോ, അതൊക്കെ തലയ്ക്ക് പിടിച്ചിരിക്കുന്ന ഇതാണ്. അധികാരം, എൻ്റെ അച്ഛന് പവറുണ്ട്, പൈസയുണ്ട്, അതുകൊണ്ട് എനിക്ക് എന്തും ആവാം എന്നുള്ള ഒരു എന്താ പറയുന്ന ഒരു അഹങ്കാരം. നമുക്ക് ഇത്രയും പറഞ്ഞാൽ മതി. ഇനി അവര് പുറത്തു പോകുന്നതും ഭക്ഷണം കഴിക്കുന്നതും പിന്നെ സ്വന്തം അമ്മാവി അമ്മയുടെ, അതായത് ഞാൻ അങ്ങനെ പറയാമല്ലോ, അശ്വിന്റെ അമ്മയ്ക്ക് അമ്മ അച്ഛൻ അവരുടെ വെഡിങ് ആനിവേഴ്സറി ആണെന്ന് പറഞ്ഞു. അവർക്ക് ഒരു തരി സ്വർണ്ണോ അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റോ മേടിച്ചു കൊടുക്കുന്നതൊന്നും വീഡിയോയിൽ ഇല്ല. പക്ഷേ വേറൊരു ഫ്രണ്ടിന് വേണ്ടിയിട്ട് സ്വർണം ഗിഫ്റ്റ് ആയിട്ട് മേടിച്ചുകൊണ്ട് കൊടുക്കുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. അതോ ഇനി അവർക്ക് അച്ഛനും അമ്മാവി അമ്മയ്ക്കും ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കുന്നത് ഇനി വീഡിയോയിൽ ഉൾപ്പെടുത്താവുന്നതാണോ എന്ന് നമുക്കറിയത്തില്ല. എന്തായാലും അത് ഇതിൽ കാണിക്കുന്നില്ല. അവരുടെ വെഡിങ് ആനിവേഴ്സറി ആണെന്നാണ് പറയുന്നത്.
അപ്പൊ അങ്ങനെയുള്ള വീഡിയോ ഉണ്ട്, പിന്നെ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഉണ്ട്, പിന്നെ അതാ ഞാൻ പറഞ്ഞു, പിന്നെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഗിഫ്റ്റ് മേടിച്ചുകൊണ്ട് കൊടുക്കുന്ന വീഡിയോ ഒക്കെ ഉണ്ട്. ഇപ്പൊ ഇതൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇടുമ്പോഴത്തേന് സോഷ്യൽ മീഡിയയില് നമ്മളെ കണക്കുള്ള ആൾക്കാരൊക്കെ എടുത്ത് ഇതിനെ വിമർശിക്കുമെന്ന് അറിയില്ലേ ചേച്ചി? അറിഞ്ഞിട്ട് വേണ്ടേ ഇടാൻ? സോഷ്യൽ മീഡിയയിൽ വന്ന് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വിളിച്ച് പറയുമ്പോഴത്തേന് ആലോചിക്കണ്ടേ എന്താണ് പറയുന്നത്, ഏതാണ് പറയുന്നത് എന്നുള്ള ഒരു വിചാരം വേണ്ടേ? ഒന്നുമില്ലാതെ എന്തെങ്കിലുമൊക്കെ അങ്ങ് വിളിച്ച് പറയുമ്പോഴത്തേന് അത് അതിനൊക്കോണം തിരിച്ച് കിട്ടുമെന്ന് മനസ്സിലാക്കണം. ഇപ്പൊ നല്ല 1% ആൾക്കാർ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയിട്ടുണ്ട് അവരുടെ ചാനലിൽ നിന്ന്, ഇവരുടെ ഈ വർത്തമാനം കൊണ്ട്. അമ്മ കവിലമ്മയാണോ അതാണോ ഇതാണോ എന്ന് പറയുന്നത് കേട്ടിട്ട് എന്റെ ഒരു അഭിപ്രായം പറയട്ടെ. ഇവർക്ക് ഇത്രയും അഹങ്കാരം കൊണ്ടുള്ള സംസാരത്തിന് കാരണം, അതായത് ഭർത്താവ് എന്ന് പറയുന്ന ആളിനെ വെറും ഒരു എന്താ പറയുന്നത്, അയാൾ ഒരു പിന്നെ ഈ അടിമ അങ്ങനെയൊക്കെ പറയത്തില്ലേ, അതേ കണക്ക് തന്നെ നമുക്ക് ഈ വീഡിയോയിലൊക്കെ കാണുമ്പോൾ തോന്നുന്നത്. ഇവരുടെ പുറകെ കൊച്ചിനെ എടുത്തുകൊണ്ട് നടക്കുന്നു, ഇവർ പറയുന്നതെല്ലാം കേൾക്കുന്നു, ഇവരുടെ വീട്ടിൽ പോയി കുക്കിംഗ് ചെയ്യുന്നു, എല്ലാം അങ്ങനെ ആ ഒരു രീതിയിലാണ് ഇവർ കാണിക്കുന്നത്. അങ്ങനെ റിയൽ ആണെങ്കിൽ കൂടി തന്നെ ഇവർക്ക് ഇതൊക്കെ വീഡിയോയിൽ കാണിക്കേണ്ട കാര്യമുണ്ടോ? ഇടയ്ക്ക് വെച്ചിട്ട് ഇതിനെക്കുറിച്ച് ഭയങ്കര, ഇവരുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഈ അശ്വിനെ കുറിച്ചൊക്കെ ഭയങ്കര വിമർശനങ്ങൾ വന്നതാ. ഈ ഇങ്ങനെ ഒരു എന്താ പറയുന്നേ, ഒരു അടിമയെക്കൂട്ട് ഇങ്ങനെ പുറകെ നടക്കുന്ന, അതായത് ഈ ഇവരുടെ അമ്മയുടെ കൂടെ ഒക്കെ ഇങ്ങനെ പിന്നെ ഒരു അമ്മ പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് ഒരു ജോലിക്കാരനെ കൂട്ടി ഇങ്ങനെ നടക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വിമർശനങ്ങൾ വന്നതാണ് ഇവരുടെ കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ. അന്നേരമൊക്കെ അവർ പറഞ്ഞു അങ്ങനൊന്നും അല്ല, അവനവൻ്റെതായ സ്പേസ് ഉണ്ട്, അതുണ്ട് ഇതുണ്ടെന്നൊക്കെ പറഞ്ഞ് ആൾക്കാരെ വാടപ്പിച്ചു. ഇപ്പൊ അതേ വീണ്ടും അവരുടെ വീട്ടുകാരെയും കൂടെ കൂടിയിട്ട്, അതായത് ഭർത്താവിന്റെ വീട്ടുകാരെയും കൂടെ കൂടി നാണം കെടുത്തിക്കൊണ്ടുള്ള സംസാരമാണ്. കാരണം ഇവരുടെ ഭർത്താവിന്റെ വീട്ടുകാരും ഒക്കെ വളരെ പാവങ്ങളാണ്. അതാണ് ഇപ്പൊ നമ്മൾ ഈ വീഡിയോ ഒക്കെ കണ്ടതിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത്. അതായത് പൈസാപരമായിട്ടും അല്ലാതെ ആ സ്വഭാവപരമായിട്ടും വളരെ പാവങ്ങൾ, വളരെ ഒതുങ്ങി ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവര് ഇത്രയും പൈസ ഉള്ള ഒരു പെൺകുട്ടിയെ അവരുടെ വീട്ടിലേക്ക് കല്യാണം കഴിച്ച് അവരുടെ മോൻ കൊണ്ട് ചെല്ലുന്നു. അപ്പോൾ പൈസ മാത്രമാണോ? അവര് പദവിയില്ലേ? അതായത് പ്രധാനമന്ത്രിയുടെ അടുക്ക പോയി മുഴുവൻ ഫാമിലിയും പ്രധാനമന്ത്രിയുടെ അടുക്ക പോയി ഫോട്ടോ എടുക്കുന്നു, അവരോട് മിങ്കിളാവുന്നു, അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേന് അത്രത്തോളം പവറും ഉണ്ടായിട്ടല്ലേ. അപ്പൊ അതുകൊണ്ട് ഈ ഇവരുടെ ഹസ്ബൻഡിന്റെ വീട്ടുകാർക്കൊക്കെ ഇവരെ നല്ല പേടിയായിരിക്കും. അതായത് വലിയ വീട്ടിലെ ഒരു രാജകുമാരിയാണ് നമ്മുടെ വീട്ടിൽ കല്യാണം കഴിച്ച് വന്നത് എന്നുള്ള ഒരു പ്രതീതി. അപ്പൊ ഇവരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും അവരുടെ വീട്ടുകാരൊന്നും ഒന്നും പറയത്തില്ല, ഒന്നുമില്ല. കാരണം ഇത്രയും വലിയ പെൺകുട്ടി, ഇത്രയും വലിയ വീട്ടിലെ പെൺകുട്ടിയല്ലേ നമ്മുടെ വീട്ടിൽ കല്യാണം കഴിഞ്ഞ് വന്നത് എന്നുള്ള ഒരു രീതി വെച്ചിട്ട്. അപ്പൊ ഇവർക്ക് അതിന്റെ അഹങ്കാരം. ഞങ്ങളുടെ ഫാമിലി എല്ലാവർക്കും യൂട്യൂബ് ചാനലുണ്ട്, നല്ല വരുമാനം കിട്ടുന്നുണ്ട്, ഇവർക്കുടെ വീട്ടിലുള്ള എല്ലാവർക്കും. കൃഷ്ണകുമാറിനുണ്ടോ എന്തോ അതിനെ കുറിച്ച് അറിയാൻ വയ്യ. ബാക്കിയുള്ളവരുടെ അമ്മയ്ക്ക്, മക്കൾക്ക് എല്ലാവർക്കും നല്ല യൂട്യൂബ് ചാനലും ഉണ്ട്, നല്ല വരുമാനവും കിട്ടുന്നുണ്ട്. പിന്നെ ഒരാൾ സിനിമയിൽ അഭിനയിക്കുന്നു. അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഫാമിലി മൊത്തം നല്ലതായിട്ട് പൈസയുണ്ട്, പദവിയുണ്ട്. അപ്പൊ പിന്നെ അഹങ്കരിച്ചാൽ എന്താ? അപ്പൊ അഹങ്കാരം കൊണ്ട് ഓരോ വർത്തമാനങ്ങള്, അതല്ലേ ആ ഇളയ പെൺകൊച്ചി കാണിക്കുന്നത്. അല്ലെങ്കിൽ ആ ഇളയ പെൺകൊച്ചി ഇങ്ങനെയൊക്കെയുള്ള വീഡിയോകൾ ഇടുമ്പം കൃഷ്ണകുമാർ, അതായത് അച്ഛനായ കൃഷ്ണകുമാറിന് പറഞ്ഞു മനസ്സിലാക്കി കൂടെ, മോളെ നമുക്ക് പൈസയുണ്ട്, പദവിയുണ്ട്, എല്ലാം ഉണ്ട്, എന്നാലും നീ രീതിയിലുള്ള വീഡിയോകളൊന്നും ഇടരുത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോളെ. പക്ഷെ അതിനൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല, അതുകൊണ്ടായിരിക്കും ഒന്നും ഇല്ലാത്തത്. അപ്പോൾ ഒരു മക്കളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരവരുടെ സ്വാതന്ത്ര്യത്തിന് വിട്ടേക്കുവാണ്. പിന്നെ ഇടയ്ക്ക് വെച്ചിട്ടൊക്കെ കൃഷ്ണകുമാർ കുറെ അഭിമുഖമൊക്കെ കൊടുക്കുമ്പോൾ പറയും എനിക്ക് ഇത്രയും പെൺകുട്ടികളാണ്. അത് ഓർക്കണം, പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ, ആൺകുട്ടികളൊന്നുമില്ല. അപ്പൊ പെൺകുട്ടികൾ മാത്രമാണ്, അവർക്ക് ഞാൻ ഫുൾ ഫ്രീഡം കൊടുത്താണ് ഞാൻ വളർത്തിയിരിക്കുന്നത്. പിന്നെ അവർക്ക് എങ്ങനെ വസ്ത്രധാരണം ചെയ്യണമെന്നൊക്കെ അവരുടെ ഇഷ്ടമാണ്. പിന്നെ നല്ല മാന്യമായിട്ടുള്ള വസ്ത്രധാരണയെ അവർ ചെയ്യാറുള്ളൂ, അതൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ വന്നിട്ട് ചാനലുകൾക്ക് ഇന്റർവ്യൂ കൊടുക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരാൾക്ക് ഈ കുട്ടികളെ പറഞ്ഞൊന്ന് മനസ്സിലാക്കിക്കൂടെ? അപ്പം അല്ല, ഇളയ പെൺകുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കുക വസ്ത്രധാരണത്തെ പറ്റി. ഇങ്ങനെയുള്ള സബ്സ്ക്രൈബറിൽ ഇങ്ങനെയുള്ള സബ്സ്ക്രിപ്ഷനിൽ നല്ല നല്ല വീഡിയോകൾ ഇടാലോ, എന്തോരം വീഡിയോകൾ. അവരുടെ ഡെയിലി റുട്ടീൻ കാണിച്ചാൽ വരെ, അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും യാത്ര പോകുന്നതോ എന്തെങ്കിലുമൊക്കെ കാണിച്ചാൽ വരെ ആൾക്കാർ കാണാനായിട്ട് ഇഷ്ടംപോലെ ആൾക്കാരെ കിട്ടും. പിന്നെ എന്തിനാണ് ഈ കോലം കെട്ടുന്നത്? എന്തിനാണോ എന്തോ. ഇതാണ് ഈ പെൺകുട്ടിയുടെ തന്നെ വായിന്ന് വീഴുന്ന ഓരോരോ സംസാരം കേട്ടില്ലേ? അത് സംസാരിക്കുമ്പോഴേ അറിയില്ല എന്തോ ഒരു അഹങ്കാരം പിടിച്ച സംസാരമാണെന്ന് എനിക്ക് തോന്നിയതാണ്. എന്റെ അഭിപ്രായമാണ്. ഇനിയിപ്പോ ഒരു മക്കളോടും പറഞ്ഞു കഴിഞ്ഞാൽ അവരവരുടെ സ്വാതന്ത്ര്യത്തിന് വിട്ടേക്കുവാണ്. പിന്നെ ഇടയ്ക്ക് വെച്ചിട്ടൊക്കെ കൃഷ്ണകുമാർ കുറെ അഭിമുഖമൊക്കെ കൊടുക്കുമ്പോൾ പറയും എനിക്ക് ഇത്രയും പെൺകുട്ടികളാണ്. അത് ഓർക്കണം, പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ, ആൺകുട്ടികളൊന്നുമില്ല. അപ്പൊ പെൺകുട്ടികൾ മാത്രമാണ്, അവർക്ക് ഞാൻ ഫുൾ ഫ്രീഡം കൊടുത്താണ് ഞാൻ വളർത്തിയിരിക്കുന്നത്. പിന്നെ അവർക്ക് എങ്ങനെ വസ്ത്രധാരണം ചെയ്യണമെന്നൊക്കെ അവരുടെ ഇഷ്ടമാണ്. പിന്നെ നല്ല മാന്യമായിട്ടുള്ള വസ്ത്രധാരണയെ അവർ ചെയ്യാറുള്ളൂ, അതൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ വന്നിട്ട് വീഡിയോകളിലൊക്കെ ഇങ്ങനെ ഇന്റർവ്യൂ കൊടുക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്കൊക്കെ വന്നിട്ട് ചാനലുകൾക്ക് ഇന്റർവ്യൂ കൊടുക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരാൾക്ക് ഈ കുട്ടികളെ പറഞ്ഞൊന്ന് മനസ്സിലാക്കിക്കൂടെ? അപ്പം
അല്ല, ഇളയ പെൺകുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കുക വസ്ത്രധാരണത്തെ പറ്റി. ഇങ്ങനെയുള്ള സബ്സ്ക്രൈബറിൽ ഇങ്ങനെ സബ്സ്ക്രിപ്ഷനിൽ നല്ല നല്ല വീഡിയോകൾ ഇടാമല്ലോ. എന്തോരം വീഡിയോകൾ അവരുടെ ഡെയിലി റുട്ടീൻ കാണിച്ചാൽ വരെ, അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും യാത്ര പോകുന്നതോ എന്തെങ്കിലുമൊക്കെ കാണിച്ചാൽ വരെ ആൾക്കാർ കാണാനായിട്ട് ഇഷ്ടംപോലെ ആൾക്കാരെ കിട്ടും. പിന്നെ എന്തിനാണ് ഈ കോപ്രായി കോലം കെട്ടുന്നത്? എന്തിനാണോ എന്തോ. ഇതാണ് ഈ പെൺകുട്ടിയുടെ തന്നെ വായിന്ന് വീഴുന്ന ഓരോരോ സംസാരം കേട്ടില്ലേ? അത് സംസാരിക്കുമ്പോഴേ അറിയില്ല എന്തോരം അഹങ്കാരം പിടിച്ച സംസാരമാണെന്ന്. എനിക്ക് തോന്നിയതാണ്, എൻ്റെ അഭിപ്രായമാണ്. ഇനി ഇതിൻ്റെ പേരിൽ എനിക്ക് കേസ് കിട്ടുമോ എന്നൊന്നും എനിക്കറിയില്ല. കിട്ടിയാലും കുഴപ്പമില്ല, നമ്മൾ കാണുന്നത് നമ്മൾ പറയും, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങളുടെ അഭിപ്രായം പറയൂ. എനിക്ക് എന്തായാലും വളരെ വൾഗറായിട്ടാണ് തോന്നുന്നത് ഇവരുടെ സംസാരവും. ഭർത്താവിനെ നമ്മൾ നമ്മുടെ ഭർത്താവിന് കൊടുക്കേണ്ട റെസ്പെക്റ്റ്, നമ്മൾ നമ്മുടെ ഭർത്താവിൻ്റെ വീട്ടുകാർക്കും ഭർത്താവിനും കൊടുക്കേണ്ട റെസ്പെക്റ്റ് കൊടുത്ത് തന്നെ പോകണം. അത് എത്ര പാവപ്പെട്ട, നമ്മളിപ്പോൾ ഭയങ്കര പൈസക്കാരാണ്, നമ്മുടെ ഭർത്താവിൻ്റെ വീട്ടുകാർ ഭയങ്കര പാവങ്ങളാണ്, സ്വഭാവപരമായിട്ടും പൈസാപരമായിട്ടും ഭയങ്കര പാവങ്ങളാണെങ്കിൽ കൂടി തന്നെ അവർക്ക് കൊടുക്കേണ്ട റെസ്പെക്റ്റ് കൊടുത്ത് തന്നെ പോകണം. ഇത് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇവരുടെ ഭർത്താവിൻ്റെ ആൾക്കാരെയൊക്കെ ഇത്ര ഇങ്ങനെ താഴ്ത്തി സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേന് എൻ്റെ ഇതൊന്നും അല്ല, ഞാൻ വിചാരിക്കുന്നതൊന്നുമല്ല. ഇതെല്ലാം ഈ ഭർത്താവായ ഈ അശ്വിൻ ഇതെല്ലാം കേൾക്കുന്നില്ലേ? അപ്പൊ അയാൾക്ക് ഒരിത്തിരി ഇത് തോന്നത്തില്ല, എൻ്റെ അമ്മയെക്കുറിച്ചാണ് ഇവരിങ്ങനെയൊക്കെ പറയുന്നത്, വഴിയെ പോകുന്ന ആരെങ്കിലും ഒക്കെ എന്നൊക്കെ സംസാരിക്കുന്നത് എൻ്റെ അമ്മയെക്കുറിച്ചാണ്. അപ്പോൾ അത് പറഞ്ഞു തിരുത്തിക്കൂടെ? അതിനൊന്നുള്ള വോയിസ് ഉണ്ടാവില്ല. ഇങ്ങനെയാണ് വോയിസ് വരുന്നത്. കൊച്ചിനെ എടുത്തോണ്ട് ഇങ്ങനെ ഭാര്യ പറയുന്നതിനല്ല ഹാ 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 തലയാട്ടി ജീവിക്കുന്ന ഭർത്താവാണ്. അപ്പൊ പിന്നെ എങ്ങനെയാണ് പറയുന്നത്? അത് പറ്റില്ലല്ലോ. അപ്പോൾ അതാണ് എൻ്റെ അഭിപ്രായം ഈ ഫാമിലിയെ കുറിച്ച്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയൂ. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. നമ്മുടെ ഭർത്താവിന്റെ വീട്ടുകാർക്കും ഭർത്താവിനും കൊടുക്കേണ്ട റെസ്പെക്റ്റ് കൊടുത്ത് തന്നെ പോകണം. അത് എത്ര പാവപ്പെട്ട, നമ്മളിപ്പോൾ ഭയങ്കര പൈസക്കാരാണ്, നമ്മുടെ ഭർത്താവിന്റെ വീട്ടുകാർ ഭയങ്കര പാവങ്ങളാണ്, സ്വഭാവപരമായിട്ടും പൈസാപരമായിട്ടും ഭയങ്കര പാവങ്ങളാണെങ്കിൽ കൂടി തന്നെ അവർക്ക് കൊടുക്കേണ്ട റെസ്പെക്റ്റ് കൊടുത്ത് തന്നെ പോകണം. ഇത് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇവരുടെ ഭർത്താവിന്റെ ആൾക്കാരെയൊക്കെ ഇത്ര ഇങ്ങനെ താഴ്ത്തി സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേന് ഞാൻ വിചാരിക്കുന്നതൊന്നുമല്ല, ഇതെല്ലാം ഈ ഭർത്താവായ ഈ അശ്വിൻ ഇതെല്ലാം കേൾക്കുന്നില്ലേ? അപ്പൊ അയാൾക്ക് ഒരിത്തിരി ഇത് തോന്നത്തില്ല, എൻ്റെ അമ്മയെക്കുറിച്ചാണ് ഇവരിങ്ങനെയൊക്കെ പറയുന്നത്, വഴിയെ പോകുന്ന ആരെങ്കിലും ഒക്കെ എന്നൊക്കെ സംസാരിക്കുന്നത് എൻ്റെ അമ്മയെക്കുറിച്ചാണ്. അപ്പോൾ അത് പറഞ്ഞു തിരുത്തിക്കൂടെ? അതിനൊന്നുള്ള വോയിസ് ഉണ്ടാവില്ല. ഇങ്ങനെയാണ് വോയിസ് വരുന്നത്. കൊച്ചിനെ എടുത്തോണ്ട് ഇങ്ങനെ ഭാര്യ പറയുന്നതിനല്ല ഹാ 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 തലയാട്ടി ജീവിക്കുന്ന ഭർത്താവാണ്. അപ്പൊ പിന്നെ എങ്ങനെയാണ് പറയുന്നത്? അത് പറ്റില്ലല്ലോ. അപ്പോൾ അതാണ് എൻ്റെ അഭിപ്രായം ഈ ഫാമിലിയെ കുറിച്ച്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയൂ. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.